ജർമ്മനി നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അവർക്ക് എന്തൊക്കെ ഇപ്പം ഹൗസ് ബിൽഡിംഗ് പോലത്തെ പ്രോഗ്രാം പഠിച്ച് ജോലിയിലൊക്കെ കയറി കഴിഞ്ഞാൽ മുന്നോട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ വേറെ ജോബിൻ്റെ ഗ്രോത്ത് അങ്ങനത്തെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഒരാളുടെ മുൻപിൽ ജർമ്മനി വെക്കുന്നുണ്ട്? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, ജർമ്മനി നമുക്ക് സൗജന്യമായി എഡ്യൂക്കേഷൻ നൽകുന്ന രാജ്യമാണ്. അപ്പം നമുക്ക് ജർമ്മനിയിൽ ഹൗസ് ബിൽഡിങ്ങിന് പ്രോഗ്രാമിന് പോയൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ അനന്തമായ സാധ്യതകളുണ്ട്. അവർക്കൊന്നെങ്കിൽ അവർ പഠിച്ച ഹൗസ് ബിൽഡിംഗ് ട്രേഡിൽ തന്നെ അവർക്ക് ഫർദർ സ്റ്റഡീസ് നടത്തി മുന്നോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതല്ല, അവർക്ക് വേറെ പാഷനേറ്റ് ആയിട്ടുള്ള വേറെ മേഖലകളിൽ പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് മറ്റു മേഖലകളിലും മാറി സൗജന്യമായിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജർമ്മനിയിലെ ജോലി എന്ന് പറയുന്നത് നമുക്ക് വിദ്യാഭ്യാസം കൂടി ചെയ്യാൻ അവസരം നൽകുന്നത് പോലെയാണ് അവിടുത്തെ ജോലി സാഹചര്യങ്ങളുള്ളത്. അവിടുത്തെ വിദ്യാഭ്യാസ സാഹചര്യവും നമുക്ക് ജോലി ചെയ്ത് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത് മാതിരിയാണ്. അതായത് നമ്മുടെ നാട്ടിലെ പോലെ ആഴ്ചയിൽ 5-6 ദിവസം ഫുൾ ടൈം ക്ലാസ്സുകൾ ജർമ്മനിയിലില്ല. ഇപ്പോൾ നമുക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം കഴിഞ്ഞ് ഒരു വിദ്യാർത്ഥി ആ പ്രോഗ്രാമിൽ ജോലിക്ക് കയറിയൊരു വിദ്യാർത്ഥിക്ക് അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി വേറെ മേഖലയിൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും ജോലിയോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവിടെ അവസരമുണ്ട്. അപ്പം അംബീഷ്യസ് ആയിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഏത് വിധത്തിലുള്ള എഡ്യൂക്കേഷനിലും ജർമ്മനിയിൽ മുന്നോട്ട് പോകുവാനും ഏതൊരു കരിയറിലേക്കും സ്വിച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ സൗജന്യമായിട്ട് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.